ഇല്ലാത്ത കള്ളക്കണക്കുകളുമായിട്ട് ജനങ്ങളെ, വിവരമുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരെയും പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഇന്നലൊക്കെ എനിക്ക് മനസ്സിലായത്. ഇന്നലെ ഞാൻ മനോരമ കൗണ്ടർ പോയിന്റിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടപ്പം BJPയുടെ പ്രതിനിധി ശങ്കുട്ടി ദാസ് പറയുകയാണ്, ഇവിടുത്തെ OBC സംവരണത്തിൽ പ്രിയപ്പെട്ട TT ഇസ്മായിൽ മുൻ PSC അംഗം കൂടിയാണ്. ഇവിടുത്തെ OBC സംവരണത്തിൽ 40% കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളാണ്. ലാസ്റ്റ് ലാപ്പിലാണ് ചർച്ച. കയറി ഇടപെടാനും പറ്റില്ല, തിരുത്താനും പറ്റില്ല. കേൾക്കണം. എന്നാൽ ഈ അവതാരകൻ്റെ മതമൊന്നും ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയം പറയുന്നില്ല. അവർക്കൊരു ബോധ്യവും വിവരവും വേണ്ടേ? ഇത് കള്ളക്കണക്കാണ്. ആകെ നമുക്കുള്ളത് 12%, ഈഴനുള്ളത് 14%. ആ 12 ഉള്ളതെടുത്ത് പിന്നെ എത്ര 13 ആക്കിയത്, 40 ആക്കിയത്. ഈ 40 ആക്കുമ്പോൾ കളവ് പറയില്ലടോ എന്ന് പറയാൻ അവതാരകന് എനിക്ക് തോന്നുന്നു ഭയമായിരിക്കും. കാരണം ഇങ്ങനെ പറഞ്ഞേക്കാനാണ് അവരുടെ തീരുമാനം. ഇപ്പോൾ ഞാൻ TT ഇസ്മായിൽ സാഹിബ് ഇവിടെ ഉണ്ടായതുകൊണ്ട് പറയാം. അദ്ദേഹം പോയോ? TT കേൾക്കുന്നുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ, അതായത് LD ക്ലർക്കിൻ്റെ PSന്റെ ലിസ്റ്റ് കേരളം മൊത്തം എന്താ മുസ്ലിമിന് സ്ഥിതി എന്നുള്ളത് ഒന്ന് ഹിന്ദുവിൽ വന്നൊരു ലിങ്ക് ഉണ്ട്, എനിക്കൊരാളെ അയച്ചു തരാം. അതോ ഈ ചർച്ചയ്ക്ക് പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താ അറിയും? ഈ നാട്ടിൽ ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ നമ്പർ തേടിപ്പിടിച്ച് ഓൾക്ക് ഇതോടൊക്കെ പറയണ്ട, ഓൾക്ക് അവസരമില്ല, നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് തരാം. അപ്പം ഇന്നലെ ഹിന്ദുവിൽ വന്നൊരു കണക്ക് പറയുന്നുണ്ടായി. കേരളത്തിലെ എല്ലാ ജില്ലയും പോട്ടെ, മലപ്പുറം ജില്ലയിൽ പോലും എല്ലാ ജില്ലകളിലും 40-48% ഈഴവരാണ് ലോവർ ക്ലർക്കിൻ്റെ ആ ലിസ്റ്റിലുള്ളത്. മലപ്പുറം ജില്ലയിൽ പോലും മുസ്ലിങ്ങൾക്ക് ഒരു മേധാവിത്വമില്ല, 13% താഴെയാണ്. കേൾക്കണത് കഥ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു യാഥാർത്ഥ്യം നിറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനൊക്കെ അട്ടിമറിച്ചുകൊണ്ട് BJPയും സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ സഹായത്തോടെ കൊണ്ടുവരുന്ന ഒരു പുതിയ കൃത്രിമത്വം നിറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നാട്ടിൽ പ്രചരിക്കുക. ഇത് യാഥാർത്ഥ്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ലവ് ജിഹാദ് എന്നൊരു സാധനം ഇല്ല എന്ന് BJPയുടെ ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, കേരളത്തിലെ ക്രിസ്ത്യാനിയായ അന്നത്തെ DGP പറഞ്ഞു. പക്ഷേ എന്നിട്ടും ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞു. അതുപോലെ തന്നെ വഖഫ്. ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഭീകരനാമാണ്. ഞാൻ തന്നെ ഒരു ചർച്ചയിൽ ഒറ്റക്കാര്യം ഞാൻ ഇന്നലെയും ആവർത്തിച്ചിട്ടാണ്, കേരളത്തിലെ NSS ആകട്ടെ SNDP ആകട്ടെ ഒക്കെ എല്ലാ സ്ഥാപനങ്ങളും, കോളേജും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ നിൽക്കുന്നത് ഒന്നുകിൽ സർക്കാർ ദാനമായി കൊടുത്ത സ്ഥലത്താണ്, അല്ലെങ്കിൽ ലീസിനായി കൊടുത്ത സ്ഥലത്താണ്. ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനങ്ങളൊക്കെ 1927 ബ്രിട്ടീഷ് ലീസ് കരാർ പ്രകാരമാണ്. എന്നാൽ കേരളത്തിൽ സർക്കാരിൽ നിന്ന് ദാനമായോ ലീസായ 1 സെൻറ്റ് പോലും ഭൂമി മുസ്ലിം കമ്മ്യൂണിറ്റി വാങ്ങിച്ചത് തെളിയിച്ചു തരാൻ സാധിച്ചു ചോദിച്ചു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് സാധിക്കുമോ ചോദിച്ചു. എന്നാൽ തിരിച്ച് മുസ്ലിം സമുദായം ഇതര സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും ആശുപത്രി നടത്താനും അങ്ങോട്ടേക്ക് സ്ഥലം കൊടുത്ത കണക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു, പഴശ്ശി NSS കോളേജ് മട്ടന്നൂരിലുള്ള അവിടെ കോളേജ് സ്ഥാപിക്കാൻ സ്ഥലം വാങ്ങാൻ പൈസ NSSൻ്റെ അടുത്തില്ല. NSSൻ്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ അവിടുത്തെ പ്രഗത്ഭനായ വർത്തക പ്രമുഖൻ മൊയ്തു സാഹിബിനെ ചെന്ന് കണ്ട് ഇവിടെ ഒരു കോളേജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ സൗജന്യമായി 50 ഏക്കറാണ് കൊടുത്തത്. കൊടുങ്ങല്ലൂരിലെ NSSൻ്റെ സ്ഥാപനം നിൽക്കുന്നത് ആരാണ്?
അതും മുസ്ലിം സമുദായത്തിലെ വർത്തക പ്രഭുമാർ കൊടുത്ത സ്ഥലത്ത് അങ്ങനത്തെ 100 കണക്കിന് സ്ഥാപനങ്ങൾക്ക് വേണ്ടി NSSനും SNDPക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്ത് ചെയ്തതിന് ഭൂമി കൊടുത്തത് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, 1 സെൻറ്റ് ഭൂമി പോലും ലീസിനായിട്ടോ സൗജന്യമായിട്ടോ മുസ്ലിം കമ്മ്യൂണിറ്റി സ്കൂളും കോളേജും നടത്താൻ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇനി മറ്റു സംഘടനകൾ വാങ്ങുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പുമില്ല. ഇനിയും വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കാൻ വേണ്ടി NSSനും സഭകൾക്കും SNDPക്കും സർക്കാർ എത്ര ഏക്കർ കൊടുത്താലും ഒരു പ്രതിഷേധ വാചകം പോലും പാണക്കാട് തങ്ങൾ നയിക്കുന്ന ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഞങ്ങൾക്കാകട്ടെ സർക്കാരിൽ ഒന്നിട്ടും വേണ്ട. പക്ഷേ ഈ കള്ളക്കണക്കുമായി വരുന്നത് നിർത്തണമല്ലോ. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിലെ കമൻ്റ് എന്താ അറിയും? നിങ്ങൾക്കെന്തിനാ ഭൂമി? നിങ്ങളൊരു ഭൂമി വഖഫാണ് നിങ്ങൾക്കത് തോന്നിയാൽ നിങ്ങൾക്ക് ഏറ്റെടുത്തൂടെ? നിങ്ങൾക്കെന്തിനാ ഭൂമി? അതിനടിയിൽ. അപ്പോൾ ഈ വഖഫ് എന്ന സാധനം ഇപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇന്നയാൾ വരും തന്നെ ഭയപ്പെടുത്തിയാൽ കഴിക്കും. ഇന്നിപ്പോൾ ഒരു കാർട്ടൂൺ ഇറങ്ങിയിരിക്കുക. എന്താ കാർട്ടൂൺ അറിയോ? ഇവരെ ഷൈഖിന എന്ന് പറഞ്ഞ TV ഉണ്ട്, അതിൽ വന്ന കാർട്ടൂണാണ്. കുട്ടി ഭക്ഷണം കഴിക്കില്ല, വഖഫ് ബോർഡ് വരുന്നുണ്ട് പറഞ്ഞോട് കുട്ടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഓരോരോ ജിഹാദ്, വഖഫ്, ഈ സാധനങ്ങളൊക്കെ പാടെ കൂടി എടുത്ത് എന്താക്കുകയാണ്? ഒരു ഭീകര പദം, ആളുകൾ പേടിക്കുന്ന ഒരു പദമാക്കി മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, കൊല്ലാൻ വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിലെ സൈഡ് സീറ്റ് കിട്ടാൻ, വിൻഡോ സീറ്റ് കിട്ടാൻ മത്സരിക്കുന്ന വിവരം കെട്ട സമൂഹമായി നമ്മളെ ആളുകൾ മാറുക. ഈ വെള്ളാപ്പള്ളി ഇത്ര തോന്നിവാസം വിളിച്ച് പറഞ്ഞിട്ടും ആ തോന്നിവാസം വിളിച്ച് പറഞ്ഞ വെള്ളാപ്പള്ളിയെ ആ പറഞ്ഞ തോന്നിവാസത്തിൻ്റെ പേരിൽ പ്രകീർത്തിക്കുക. ഏറ്റവും വലിയ മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം. നിലമ്പൂരിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. വെള്ളാപ്പള്ളി പോലും ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അക്ഷരം ഒരു മതസംഘടന തയ്യാറാകില്ല. വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചത് ശരിയായില്ല. അത് മുസ്ലിം സംഘടനകൾക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിന് പിന്മാറണമെന്ന ഒരൊറ്റ വരി പ്രസ്താവന ഇറക്കാൻ ധൈര്യമുള്ള ഒരു മതസംഘടന പോലുമില്ല. അത് കേൾക്കണം നിങ്ങൾ. അത്രമാത്രം ഈ വർഗീയതയെ തുറന്നു വിടുകയാണ്. ഇവിടെ BJPയും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന CPMഉം വെള്ളാപ്പള്ളിമാരെ വിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കുകയാണ്. മുസ്ലിം സമുദായത്തെ തേജോവധി ഞാൻ ശ്രമിക്കുകയാണ്. കള്ളക്കണക്കുകളുമായി വരികയാണ്. ഇങ്ങനൊരു കാലഘട്ടത്തിൽ ചെറുത്തുനിൽപ്പ് പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണം, അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടക്കണം. മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗിന് ആസ്ഥാനമുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിന് ആസ്ഥാനമുണ്ട്, MSFനുണ്ട്,